ഹലോ എവരി വൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. LP-UP എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വളരെ സൗജന്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ഫ്രീ സീരീസിലാണ് നമ്മളുള്ളത്. ഇതിനകം തന്നെ നിരവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കണ്ട് ഉപയോഗപ്പെടുത്തുക. സോ ഞാൻ കൈകാര്യം ചെയ്യുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോജിയാണ്. അപ്പോൾ മനഃശാസ്ത്രത്തിലെ ഏതൊക്കെ മേഖലകൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മുടെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. എന്താണ് സൈക്കോളജി, സൈക്കോളജിയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. സോ കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സൈക്കോളജി അഥവാ എന്താണ് മനഃശാസ്ത്രം. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച പഠനം എന്ന നിലയിലാണ് മനഃശാസ്ത്ര പഠനശാഖ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം സൈക്കോളജി വരുന്ന സമയത്ത് ആത്മാവിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സംശയം തോന്നും, നിലവിൽ നമ്മൾ ആത്മാവിനെ കുറിച്ച് പറയുന്നേ ഇല്ല, നമ്മൾ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന മനസ്സിനെ കുറിച്ചും മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനം എന്ന രീതിയിലേക്ക് മാറിയ ആ ഒരു പരിണാമം കൃത്യമായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലാക്കാം? വിവിധ മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കോളജിയെക്കുറിച്ചുള്ള നിർവചനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെ മനഃശാസ്ത്രത്തിന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സൈക്കോളജിയുടെ മീനിങ് മനസ്സിലാക്കണം. സൈക്കോളജി എന്ന പദം ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സൈക്കെ, ലോഗോസ് എന്ന അർത്ഥമുള്ള 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് സൈക്കോളജി എന്ന ടേം വന്നിട്ടുള്ളത്. സൈക്കെ എന്ന പദത്തിൻ്റെ മീനിങ് ആത്മാവ് എന്നും ലോഗോസ് എന്ന പദത്തിൻ്റെ മീനിങ് അറിവ് എന്നുമാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ പഠനം, സ്റ്റഡി ഓഫ് സോൾ എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് നിർവചനത്തിലേക്ക് വരാം. സോ ഏതൊരു വൈജ്ഞാനിക ശാഖകൾക്കും പഠനം തുടങ്ങി വെക്കുക ദാർശനികരായിരിക്കും, തത്വചിന്തകരായിരിക്കും. മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനവും തുടങ്ങി വെച്ചിട്ടുള്ളത് നമ്മുടെ ദാർശനികരായിട്ടുള്ള അരിസ്റ്റോട്ടിലും പ്ലാറ്റോയുമായിരുന്നു. അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ദാർശനികരാണ്, തത്വചിന്തകരാണ്. അവർ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. അപ്പം അതാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലും പ്ലാറ്റോവും. അപ്പോൾ അതാണ് ഏറ്റവും പുരാതനം. ആത്മാവിനെ കുറിച്ചുള്ള പഠനം ഏറ്റവും പുരാതനം. അത് പറഞ്ഞിട്ടുള്ളത് തത്വചിന്തകരാണ് എന്ന് ഓർത്തിരിക്കുക, അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും. ഓക്കെ അല്ലേ? ഇനി ആത്മാവ് എന്ന ടേം മാറ്റിയിട്ട് മനസ്സിൻ്റെ പഠനമാണ് മനഃശാസ്ത്രം. കേട്ടോ, ആത്മാവ് എന്ന് മാറ്റിയിട്ട് അവിടെ മനസ്സ് എന്ന ടേം കൊണ്ടുവന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. ഇമ്മാനുവൽ കാന്റ്. നമ്മൾ കാന്റ് എന്ന് എഴുതുമ്പോൾ KANT എന്നാണ് പറയാറ്. സോ നമുക്ക് ഈ ഒരു മനസ്സിൻ്റെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് എന്ന് ഓർക്കാൻ നമുക്ക് കാണ്ട്, ഈ ഒരു കാണ്ട് എടുക്കാം. കഴിയില്ല. അപ്പം നമുക്ക് നമ്മുടെ മനസ്സാണ് ഒരു കാര്യം കഴിയുമോ കഴിയില്ലയോ എന്ന് പറയുന്നത്. അപ്പം മനസ്സാണ് ഒരു കാര്യം കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം മനസ്സിൻ്റെ ശാസ്ത്രം മനഃശാസ്ത്രം. മനസ്സാണ് ഒരു കാര്യം കഴിയില്ല എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേം ഓർത്തിരിക്കുമ്പോൾ മനസ്സാണ് കഴിയില്ല, അപ്പോൾ കാണ്ട്. അപ്പം മനസ്സിൻ്റെ ശാസ്ത്രം മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ഇമ്മാനുവൽ കാന്റ് എന്ന് അവിടെ കിട്ടും. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ചോദ്യം ആയിട്ട് വരാവുന്നതാണ്, ബോധത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ബോധത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് വില്യം വൂണ്ടും വില്യം ജെയിംസ്, 2 ആളുകൾ ചേർന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബോധത്തിൻ്റെ ശാസ്ത്രം, കോൺഷ്യസ്, ബോധം എന്ന് പറയുമ്പോൾ കോൺഷ്യസ്, സ്റ്റഡി ഓഫ് കോൺഷ്യസ്. മനസ്സെന്ന് പറയുമ്പോൾ അത് വേറെയാണ്, ബോധം വേറെയാണ് അല്ലേ? സോ ബോധത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് വില്യം വൂണ്ടും വില്യം ജെയിംസും കൂടി ചേർന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 സ്ഥലത്തും വിൽ ഉണ്ടല്ലേ, വില്യം ജെയിംസ്, വില്യം വൂണ്ട്. ഇനി വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് JB വാട്സൺ. നമ്മുടെ വ്യവഹാരവാദത്തിൻ്റെ പിതാവ് അഥവാ ബിഹേവിയറിസത്തിൻ്റെ പിതാവാണ് JB വാട്സൺ. അപ്പോൾ അദ്ദേഹം എങ്ങനെ പറയുള്ളൂ, വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന JB വാട്സൺ പറഞ്ഞു വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. ക്ലിയർ ആയോ? ദെൻ അടുത്തതിലേക്ക് വരാം.
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. അപ്പോൾ നമ്മൾ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനഃശാസ്ത്രം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനം മനഃശാസ്ത്രം എന്ന് പറയുന്നത് വുഡ്സ്വർത്ത് ആണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പരിസ്ഥിതി എന്ന ടേം മാത്രം എടുക്കുക. പരിസ്ഥിതി എന്ന ഒരു ടേം ചേർത്ത് പറഞ്ഞിട്ടത് വുഡ്സ് ആണ്. ഈ വുഡ്സ് എന്ന് പറയുന്നതിന്, ഈ വുഡ്സ് എന്ന പദത്തിന് കാട് എന്ന അർത്ഥം കൂടിയുണ്ട് അല്ലെ. കാട് നമ്മുടെ പരിസ്ഥിതിയിൽ കാണുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഓർക്കുക. പരിസ്ഥിതി, നമ്മുടെ ഡെഫിനിഷനിൽ പരിസ്ഥിതി കാണുമ്പോൾ നേരെ വുഡ്സിനെ ഓർക്കുക, കാട്. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനം. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ ചുറ്റുപാടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ശാസ്ത്രീയമായി പഠിക്കുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് വുഡ്സ്വർത്ത് ആണ്. ഇനി അടുത്തത് മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനം. കൃത്യമായിട്ടും ഓർക്കുക, മനുഷ്യബന്ധം, ഹ്യൂമൻ റിലേഷൻ, അതേപോലെ വ്യവഹാരം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോയാണ്. അപ്പോൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബേർഡ് കാക്കയാണ് അല്ലെ. ഇന്ന് കാക്കകളെ കാണുന്നത് കുറവാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബേർഡ് കാക്കയാണ്. അപ്പോൾ മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനം ക്രോ ആൻഡ് ക്രോ. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, ഹിന്ദു കോൺസെപ്റ്റ് അനുസരിച്ച് മനുഷ്യന് മരണത്തിന് ശേഷം മുക്തി ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ക്രോയ്ക്ക് എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. അപ്പോൾ അത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ശാന്തി കിട്ടും എന്നൊരു സങ്കല്പമുണ്ട് അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം, മനുഷ്യന്റെ ബന്ധം ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ കാക്ക വരണം അല്ലെ. ക്രോ ആൻഡ് ക്രോ എന്ന രീതിയിൽ നമുക്കത് ഓർക്കാം. നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി, ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനത് പറഞ്ഞതാണ് കേട്ടോ. അടുത്തത് വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. സ്കിന്നർ വ്യവഹാരവാദിയാണ്. അപ്പോൾ സ്കിന്നിൽ തൊട്ടാലാണ് നമുക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്ന് ഓർത്താൽ മതി. സ്കിന്നിൽ തൊടുമ്പോഴാണ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, അനുഭവം. വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് സ്കിന്നർ. മാത്രമല്ല ഇത് സിംഗുലർ ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം അടുത്ത പ്ലൂറൽ വരുന്നുണ്ട്. ഈ വ്യവഹാരം എന്നതിനെ വ്യവഹാരങ്ങളുടെയും, അനുഭവം എന്നതിനെ അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പീലാണ്. അപ്പോൾ സിംഗുലർ ആയിട്ടാണ് സ്കിന്നർ പറഞ്ഞത്. അനുഭവങ്ങളെ സ്കിന്നർ സിംഗുലർ ആക്കി പറഞ്ഞു. അതിനെ പ്ലൂറൽ ആക്കി പറഞ്ഞത് പീൽ, പ്ലൂറൽ പീൽ. ഒരു പ്രാസം ഒപ്പിച്ച് പഠിക്കുക. അപ്പോൾ സ്കിന്നറാണ് അനുഭവങ്ങളെ സിംഗുലർ ആക്കി പറഞ്ഞത്. പീലാണ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് പ്ലൂറലാക്കി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ഡെഫിനിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്. ഞാൻ ഒന്നും കൂടി പറയാം. ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് പുരാതന കാലഘട്ടത്തിലെ അരിസ്റ്റോട്ടിലും പ്ലാറ്റോ ആണ്. മനസ്സിന്റെ ശാസ്ത്രം, അഥവാ എൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കഴിയും, അത് ഇമ്മാനുവൽ കാന്റ്. ബോധത്തിന്റെ ശാസ്ത്രം വില്യം വൂണ്ടും വില്യം ജെയിംസും. വ്യവഹാരത്തിന്റെ ശാസ്ത്രം, മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വാട്സൺ, വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ ഓർത്തിരിക്കുക. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വുഡ്സ്വർത്ത്. അപ്പോൾ പരിസ്ഥിതിയിലാണ് കാട് കാണുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി മനുഷ്യബന്ധങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ക്രോയാണ്, കാക്കയാണ്. അപ്പോൾ മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. സ്കിന്നിനെ പുറത്ത് തൊടുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അനുഭവം മാത്രമല്ല, സ്കിന്നറാണ് അനുഭവത്തെ സിംഗുലർ ആക്കി പറഞ്ഞത്. അപ്പോൾ വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് സ്കിന്നർ, മനഃശാസ്ത്രം എന്ന് പറയുന്നത് സ്കിന്നറാണ്. അതിനെ പ്ലൂറലാക്കി വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് E.A. പീലാണ്. ക്ലിയർ ആയോ? ഇനി കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് പറയാം. മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് വില്യം വൂണ്ടിനെയാണ്. 1879 ജർമ്മനിയിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. അപ്പം മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അദ്ദേഹത്തെ കരുതുന്നു. ജർമ്മനിയിലെ ലിപ്സിക്കിലാണ് അദ്ദേഹം ആദ്യമായിട്ടും ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. അപ്പോൾ 1879 വർഷം. ജർമ്മനിയിലെ ലിപ്സിക് എന്ന പ്രദേശത്തിലാണ് അദ്ദേഹം പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ടും ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡുമാണ്. ഇനി മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ് മനഃശാസ്ത്രം ഊന്നൽ നൽകുന്നതെങ്കിലും മറ്റു മേഖലകളിലും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ മേഖലകളുമായിട്ട് നമ്മുടെ മനഃശാസ്ത്രത്തിന് ബന്ധം ഉണ്ട്. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് പല മേഖലകളിലാണ്. അപ്പോൾ ഓരോ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മനഃശാസ്ത്രത്തെ ബന്ധിപ്പിക്കാം. ഇങ്ങനെ വരുമ്പോൾ മനഃശാസ്ത്ര പഠനത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്.
അടിസ്ഥാന മനഃശാസ്ത്രം എന്നും അഥവാ പ്യുവർ സൈക്കോളജി എന്നും ദെൻ അപ്ലൈഡ് സൈക്കോളജി എന്നും രണ്ടായിട്ട് തരം തിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മനഃശാസ്ത്രത്തെ നമ്മൾ അടിസ്ഥാന മനഃശാസ്ത്ര ശാഖകൾ എന്ന രീതിയിലും അതുപോലെ അപ്ലൈഡ് സൈക്കോളജി, ഈ ഹെഡിങ് അല്ല, അപ്ലൈഡ് സൈക്കോളജി എന്ന ഹെഡിങ് ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി എന്ന മറ്റൊരു കാറ്റഗറി കൂടി വരുന്നുണ്ട്. അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ജനറൽ സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനഃശാസ്ത്രത്തിൻ്റെ തിയറീസ് ആണ്. അപ്പോൾ ജനറൽ സൈക്കോളജി, പൊതു മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, അനുഭവ മനഃശാസ്ത്രം, അനുഭവാധിഷ്ഠിത മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം. വൈജ്ഞാനിക മനഃശാസ്ത്രവും അടിസ്ഥാന മനഃശാസ്ത്രത്തിൽ വരുന്നതാണ് കേട്ടോ. അതേപോലെ അബ്നോർമൽ സൈക്കോളജി, ഇതെല്ലാം ഇവിടെ വരുന്നതാണ്. ഈ അപ്ലൈഡ് സൈക്കോളജിയാണ് ഹെഡിങ് കേട്ടോ. അവിടെ ഒരു ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. ഈ അപ്ലൈഡ് സൈക്കോളജിയാണ് ഹെഡിങ്. അപ്പോൾ ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ഡെവലപ്മെൻ്റൽ സൈക്കോളജി ഒക്കെ നമുക്ക് ഏത് കൂട്ടത്തിൽ പറയാനുള്ളതാണ്? അടിസ്ഥാന മനഃശാസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളതാണ്. ഇനി താഴെ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ലീഗൽ സൈക്കോളജി എന്നിവ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ കീഴിൽ പറയുന്ന സംഗതിയാണ് കേട്ടോ. പ്രയുക്ത മനഃശാസ്ത്രം അതൊരു ഹെഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടിസ്ഥാന മനഃശാസ്ത്രത്തിൽ നമ്മൾ ഫുൾ തിയറീസ് ആണ് പറയുന്നത്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ് ഈ ഇത്രയും കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ഡെവലപ്മെൻ്റൽ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അബ്നോർമൽ സൈക്കോളജി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ സൈക്കോളജി കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പം അബ്നോർമൽ സൈക്കോളജി അതൊരു ജനറൽ സൈക്കോളജിയാണ്. എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജി നമ്മുടെ ചികിത്സാ രംഗത്തേക്ക് മനഃശാസ്ത്രത്തെ മിങ്കിൾ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ ക്ലിനിക്കൽ മേഖലയിൽ സൈക്കോളജിയെ മിങ്കിൾ ചെയ്യുന്നു. അതേപോലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി വ്യവസായ മേഖലയിലേക്ക് മനഃശാസ്ത്രത്തെ ലിങ്ക് ചെയ്യുന്നു. ക്രിമിനൽ സൈക്കോളജി ക്രിമിനൽ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സൈക്കോളജി ലിങ്ക് ചെയ്യുന്നു. മിലിറ്ററി മേഖലയിൽ സൈക്കോളജിയെ ലിങ്ക് ചെയ്യുന്നു, മിലിറ്ററി സൈക്കോളജി. കായിക മേഖലയിൽ സൈക്കോളജിയെ ലിങ്ക് ചെയ്യുന്നു, സ്പോർട്സ് സൈക്കോളജി. നിയമ മേഖലയിൽ സൈക്കോളജിയെ ലിങ്ക് ചെയ്യുന്നു, ലീഗൽ സൈക്കോളജി. നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മേഖലയിൽ സൈക്കോളജിയെ ലിങ്ക് ചെയ്യുന്നു, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പോൾ ഇവിടെയെല്ലാം മറ്റൊരു മേഖലയിൽ നമ്മൾ സൈക്കോളജിയെ കൊണ്ട് മിങ്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അടിസ്ഥാന മനഃശാസ്ത്രം ഏതൊക്കെയാണ്, പ്രയുക്ത മനഃശാസ്ത്രം ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടും നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഒരു ഹെഡിങ്ങിൽ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, പഠനം എങ്ങനെയാണ് നടക്കുന്നത് എന്നിവയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെയാണ് ടീച്ചിങ്ങും ലേണിങ്ങും, അധ്യാപനം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, കുട്ടികളുടെ പഠനം എങ്ങനെയാണ് നടക്കുന്നത് എന്നീ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പഠന സാഹചര്യത്തിൽ ചില സൈക്കോളജിക്കൽ തിയറീസ് നമ്മൾ പറയും. മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ക്ലാസ് മുറിയിൽ എങ്ങനെ പ്രയോഗിക്കും, നമ്മൾ പഠന സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠന സിദ്ധാന്തങ്ങൾ എങ്ങനെ ക്ലാസ് മുറിയിൽ പ്രയോഗിക്കുമെന്നും മനഃശാസ്ത്രം പറയുന്നു. പഠന ബോധന പ്രക്രിയകളുടെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പോൾ നമ്മുടെ പഠന ബോധന പ്രക്രിയ എങ്ങനെ ആയിരിക്കണം, കുട്ടിയെ ഒരു കാര്യം എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു. സോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ള ധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായിട്ടും അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഒരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കണമെങ്കിൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. വെറുതെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലല്ല, അതെങ്ങനെ പഠിപ്പിക്കണം എന്നതുകൂടി മനസ്സിലാക്കണമല്ലോ.
അതേപോലെ അനുയോജ്യമായിട്ടുള്ള പഠന രീതികൾ, അപ്പോൾ സിലബസ്, പാഠ്യപദ്ധതി, പഠനബോധന രീതികളൊക്കെ നിർണ്ണയിക്കുന്നതിന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനിവാര്യമാണ്. പിന്നെ കുട്ടി എത്തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, കുട്ടിയുടെ ഇന്റലിജൻസ് എങ്ങനെയൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടി, കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കുന്നതിനും വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നു. ദെൻ വിലയിരുത്തൽ പ്രവർത്തനത്തിന് ശാസ്ത്രീയമായി നടത്തുന്നതിനുള്ള അവഗാഹം നേടിത്തരുന്നു. അപ്പോൾ നമ്മുടെ പഠന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് ചിട്ടപ്പെടുത്തി കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികൾ കൃത്യമായിട്ടും പഠിച്ചോ എന്നറിയാൻ വേണ്ടി വിലയിരുത്തൽ നടത്തണ്ടേ? സോ കൃത്യമായിട്ടും വിലയിരുത്തൽ നടത്താനും എഡ്യൂക്കേഷണൽ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. ഇനി ക്ലാസ് മുറിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ ക്ലാസ് മുറിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ധാരണകൾ നേടുക. കുട്ടിയെ ക്ലാസ് മുറിയിൽ കുട്ടിയുടെ മുന്നിൽ പല പ്രശ്നങ്ങൾ വരും, കുട്ടി പഠിക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങൾ വരും, സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയും നമ്മളെ ആര് സഹായിക്കും? എഡ്യൂക്കേഷണൽ സൈക്കോളജി സഹായിക്കുന്നു. പിന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, കുട്ടികൾക്ക് ഇടയിൽ സമാനതയേക്കാൾ കൂടുതൽ, സിമിലാരിറ്റിയേക്കാൾ കൂടുതലുള്ളത് വ്യക്തിവ്യത്യാസമാണ്. അപ്പോൾ വ്യക്തിവ്യത്യാസം മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെടാൻ അധ്യാപകനെ സഹായിക്കുന്നു. അധ്യാപകന്റെ ടീച്ചിങ് സ്കിൽ, അധ്യാപന വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. സോ മനഃശാസ്ത്രത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ മനഃശാസ്ത്ര പഠന സമീപനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള സൈക്കോളജീസ് അത് വരുന്നുണ്ട്. അതിനെ നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജി എന്നാണ് പറയുന്നത്. മനഃശാസ്ത്ര പഠന സമീപനങ്ങൾ അഥവാ സ്കൂൾസ് ഓഫ് സൈക്കോളജി. അപ്പോൾ പലതരത്തിലുള്ള സ്കൂൾസ് ഓഫ് സൈക്കോളജി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം വരുന്നത് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം ആണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള വില്യം വൂണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്ട്രക്ചറലിസം ആണ്. ദെൻ ധർമ്മ മനഃശാസ്ത്രം അഥവാ ഫങ്ഷണലിസം, അത് നമ്മുടെ വില്യം ജെയിംസ് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. വില്യം ജെയിംസ് മുന്നോട്ട് വെച്ചുള്ള ഒരു രീതിയാണ്. പിന്നെ ബിഹേവിയറിസം, മനുഷ്യന്റെ സ്വഭാവത്തിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ളതാണ്. അത് വാട്സൺ ആണ്. വാട്സൺ മുന്നോട്ട് വെച്ചിട്ടുള്ള മനഃശാസ്ത്ര രീതിയാണ്, സമീപന രീതിയാണ്. പിന്നെ ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി, അവിടെ 3 ആളുകൾ വരുന്നുണ്ട് അല്ലെ, മാക്സ് വെർത്തിമർ, കാഫ്കെ, കൊഹ്ലാർ, അങ്ങനെ 3 പേര് വരുന്നുണ്ട്. ദെൻ മനോവിശ്ലേഷണ സിദ്ധാന്തം, അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. ദെൻ വൈജ്ഞാനിക മനഃശാസ്ത്രം, അത് പിയാഷെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, പിയാഷെ. ദെൻ ഹ്യൂമനിസം, അവിടെ നമുക്ക് മാസ്ലോയും ഉണ്ട്, അബ്രഹാം മാസ്ലോയും ഉണ്ട്. പിന്നെ കാൾ റോജേഴ്സും വരുന്നുണ്ട് അല്ലേ, കാൾ റോജേഴ്സ്. അപ്പോൾ ഘടനാവാദം മുതൽ മാനവിക ശാസ്ത്രം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്യും. ഇതിൽ ഘടനാ മനഃശാസ്ത്രം, ധർമ്മ മനഃശാസ്ത്രം എന്നുള്ളത് ഏറ്റവും പുരാതനവും നമുക്ക് ഇക്കാലത്ത് പ്രായോഗികമല്ലാത്തതുമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഇൻ ഡെപ്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ശാസ്ത്രീയ രീതികൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയായിട്ട് പരിഗണിക്കാം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു അപ്ലൈഡ് സയൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനഃശാസ്ത്രം പൊതു മനഃശാസ്ത്രവുമുണ്ട്, പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശാസ്ത്രീയ രീതികൾ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുമ്പോഴാണല്ലോ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രത്തെ എവിടേക്ക് കൊണ്ടുവരുന്നു? വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് പ്രായോഗികവൽക്കരിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു അപ്ലൈഡ് സൈക്കോളജിയാണ്. ഇവിടെ നിരീക്ഷണം, വിവരശേഖരണം, പരീക്ഷണം, നിഗമന രൂപീകരണം, സാമാന്യവൽക്കരണം തുടങ്ങിയ ശാസ്ത്രീയ രീതികളിലൂടെയാണ് ഈ ശാസ്ത്രശാഖ വികസിച്ചു വന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം കുട്ടികളെ നിരീക്ഷിച്ചും അവയിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് എക്സ്പെരിമെൻ്റ് നടത്തി അതിൽ നിന്നും അസംഷൻസിലേക്കൊക്കെ പോയി ഒക്കെയാണ് നമ്മുടെ തിയറീസൊക്കെ രൂപവൽക്കരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് പഠിതാവ്, അധ്യാപകൻ, കുടുംബം, സമൂഹം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ അധ്യാപകനും കുട്ടിയും മാത്രമല്ല അല്ലെ, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുന്നു, അപ്പൊ അധ്യാപകനും കുട്ടിയെ മാത്രമാണോ? അല്ല, പഠിതാവും അധ്യാപകനും കുടുംബവുമുണ്ട്, സമൂഹവുമുണ്ട്. അപ്പൊ പഠിതാവ്, അധ്യാപകൻ, കുടുംബം, സമൂഹം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ളത്. അതിനാൽ ഈ ശാസ്ത്രശാഖ സാമൂഹിക ശാസ്ത്രത്തിന്റെ സവിശേഷതകളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജിയുടെ ചില പ്രത്യേകതകളും നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കാണാൻ സാധിക്കുന്നതാണ്.
ഓക്കെ അല്ലേ? സോ ഇതാണ് മനഃശാസ്ത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് E.L. തോണ്ടേക്കും ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയാഷെയുമാണ് എന്നതുകൂടി ഓർത്ത് വെക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ ഇനി ഒരു ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ആ സമയത്ത് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക്.